ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഞങ്ങൾ 8ാം ക്ലാസ്സിലല്ലേ? അല്ല, അത് കഴിഞ്ഞു, പരീക്ഷ എഴുതി കഴിഞ്ഞല്ലോ. അപ്പോൾ സാർ റിസൾട്ട് വന്നിട്ടില്ലല്ലോ, ഞങ്ങൾ പാസ്സാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. എടാ, നിങ്ങളൊക്കെ പാസ്സാവും. നിങ്ങളൊക്കെ പാസ്സാവാതെ പിന്നെ ആര് പാസ്സാവണടാ? നമ്മൾ പാസ്സാവും. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 9ാം ക്ലാസ്സിലാണ്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാണ്ട്. 8ാം ക്ലാസ്സിൽ ഒരു ബേസിക് സയൻസ് ആയിരുന്നു, അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്കൊക്കെ ഒറ്റ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. പക്ഷേ 9ാം ക്ലാസ്സിൽ അങ്ങനെയല്ല, ഫിസിക്സ് വേറെ, കെമിസ്ട്രി വേറെ, ബയോളജി വേറെ. അപ്പോൾ ക്ലാസ് 9 ബയോളജി നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. കുറച്ചൊക്കെ അത്യാവശ്യം പഠിക്കാനുണ്ട്. കുറച്ച് ഒരു റിസ്കി സാധനങ്ങളാണ് ഇതിലുള്ളത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യും. നോ ടെൻഷൻ. പിന്നെ എന്തിനാ തിരക്കൽ ജീവിച്ചിരിക്കുന്നത്? എടാ, ക്ലാസ് 9 ബയോളജിയിൽ ടോട്ടൽ 6 ചാപ്റ്റർ ഉള്ളത്. എത്ര ചാപ്റ്റർ? 6 ചാപ്റ്റർ. അതിൽ 1ാമത്തെ ചാപ്റ്റർ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, ടു ലൈഫ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ചാപ്റ്റർ. മെറ്റബോളിസം, അനബോളിസം എന്നൊക്കെ പറയുന്ന ചെറിയ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താ സാർ മെറ്റബോളിസം? പറഞ്ഞു തരും, അതപ്പോൾ പറഞ്ഞു തരും, ടെൻഷൻ അടിക്കണ്ട. പിന്നെ 2ാമത്തെ ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. നമ്മൾ ഫുഡ് ഡെയിലി കഴിക്കുന്നില്ലേ? ഇന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇന്ന് എന്താ കഴിച്ചത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ആ കഴിച്ച ഫുഡ് ഡൈജസ്റ്റ് ചെയ്യണ്ടേ, ദഹിക്കണ്ടേ? അതെങ്ങനെയെന്നുള്ള പരിപാടികളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ 3rd ചാപ്റ്റർ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. നമ്മളെപ്പോഴും ഇപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെ? പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും എപ്പോഴും വിസർജിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഒരു ദിവസം 2 or 3 തവണ നമ്മൾ ബാത്റൂം പോകലില്ലേ? ഉണ്ട്. ഞാനിപ്പോൾ ഇന്ന് ഒരു തവണ ബാത്റൂം പോയി. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പരിപാടി? അങ്ങനെയുള്ള കാര്യങ്ങളാണ് 3rd ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. പിന്നെ 4ാമത്തെ ചാപ്റ്റർ ബിഹൈൻഡ് മൂവ്മെന്റ്സ്. ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് എല്ല്, അസ്ഥി, ജോയിന്റ്, മസിൽസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. അത് നല്ല രസകരമായുള്ളൊരു ചാപ്റ്ററാണ്. പിന്നെ 5ാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രത്യുൽപാദനവും ആരോഗ്യവും. എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത്? അതെ, പിന്നെ കുട്ടികൾ ഉണ്ടാവാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കരുത്, അങ്ങനെയുള്ള കുറച്ച് രസകരമായുള്ളൊരു കാര്യങ്ങളാണ് ഈ 5th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നല്ല ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആട്ടോ, നമുക്ക് അപ്പം പഠിക്കാം. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം. ഇതൊരു നമ്മൾ 8ാം ക്ലാസ്സിൽ നമ്മൾ ടാക്സോണമി പഠിച്ചിരുന്നോ? ആ ടാക്സോണമിയുടെ ഒരു ബാക്കി പത്രമാണ് ഈ ഒരു ചാപ്റ്റർ, ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം. രസകരമായുള്ള ചാപ്റ്റേഴ്സ് ആണ്. കുറച്ച് ഡിവിഷൻസും ക്ലാസിഫിക്കേഷൻസും ഒക്കെ ഉണ്ട് ജീവികളുടേത്. രസമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യും? സൂപ്പർ ആക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു വർഷം നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ക്ലാസ് 9 ബയോളജി നമുക്ക് എന്ത് ചെയ്യാം? നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മളെ ബാച്ചിൽ നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേക്ക്. കാരണം ബാച്ച് സൂപ്പർ ബാച്ചാണ്, നിഞ്ച ബാച്ച്, സൈലത്തിൻ്റെ കിഡിലൻ പ്രീമിയം ബാച്ചാണ്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് കുറഞ്ഞ എമൗണ്ടേ വരുന്നുള്ളൂ. ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ആപ്പ് പർച്ചേസ് ചെയ്യാം. നല്ല സുന്ദരമായിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം? പതിയെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ എനിവേ, ഓൾ ദി ബെസ്റ്റ്. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഓക്കെ.